ഹായ് മകളെ, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു, അലോട്ട്മെൻറ്റ് വരെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഏകദേശം 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞു. ഒരുവിധ ആളുകൾക്കൊക്കെ അവർ വിചാരിച്ച സ്കൂളിൽ കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും അവർ വിചാരിച്ച സ്കൂളിൽ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന, ക്ലാസ് പഠിക്കാൻ വേണ്ടി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളൊക്കെ ഇത് കാണുന്നുണ്ട്. ഇത്ര A+ ഉണ്ടായിട്ടും അഡ്മിഷൻ കിട്ടാത്ത കുറച്ച് കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിൽ നിന്നും +1 എത്തുന്ന സമയത്ത് അവ രണ്ടും തമ്മിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. 10ാം ക്ലാസ്സിൽ നിങ്ങളോട് എത്ര A+ ആണ് കിട്ടിയത് എന്ന് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുമ്പോൾ +1 എത്തുന്ന സമയത്ത് നിനക്ക് എത്ര മാർക്ക് ഉണ്ട് മകളെ അല്ലെങ്കിൽ മകനെ എന്നാണ് നാട്ടുകാരൊക്കെ ചോദിക്കാൻ പോകുന്നത്. കാരണം 10ാം ക്ലാസ്സിൽ നിന്നും +1 വരുന്ന സമയത്ത് മാർക്ക് സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. +1 ഫുൾ A+ നേടി എന്ന് കരുതി അതൊരു മോശം കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. +1 ഫുൾ A+ നേടുക എന്നത് ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നത് തന്നെയാണ്. അത് ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ +2 കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മുടെ അഗ്നി ബാച്ച്, നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും മികച്ച +1 കോച്ചിങ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം, അത് അഗ്നി ബാച്ച് തന്നെയാണ്. ഓരോ ടീച്ചേഴ്സിൻ്റെയും ക്വാളിറ്റി തന്നെയാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പവർ കൊണ്ടും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും നമ്മൾ എന്താക്കുന്നു, ഈ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ പഠിക്കാൻ പ്രാപ്തരാക്കുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഫുൾ മാർക്ക് നേടിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 18 കുട്ടികളാണ്. ഏകദേശം അല്ല, 18 കുട്ടികളാണ് ഈ കഴിഞ്ഞ വർഷത്തെ +1 റിസൾട്ട്. സൈലത്തിൻ്റെ കീഴിൽ 520 വാങ്ങിയ കുട്ടികളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, താഴെ കാണുന്ന നമ്പർ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഉടനെ സീറ്റ് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ അഗ്നി ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. വെറും 3 ദിവസം കൂടി മാത്രമാണ് ബാച്ച് 1 നിങ്ങൾക്ക് റൺ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ബാച്ച് 1 ക്ലോസ് ചെയ്യും. അതിനുശേഷം കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ബാച്ച് 2 വരുമായിരിക്കാം. ആ ബാച്ച് 2 വരികയാണെങ്കിൽ പോലും അതും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. ഈ 3 ദിവസത്തിനകം നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ്. ബാച്ച് 1 ക്ലോസ് ചെയ്യും. ഇതിനുശേഷം നമ്മൾ ഏതൊക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, +1 കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അതായത് ബാച്ച് 2 വരികയാണെങ്കിൽ അത് ഈ ബാച്ച് 1 ഫ്രീ ആയിരിക്കും. ക്രാഷ് കോഴ്സ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദ്യത്തെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഒരു പക്ഷേ ചില ആളുകൾ പുറമേയൊക്കെ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് പോലും ചിലപ്പോൾ ട്യൂഷനിൽ പോയിട്ട് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. വെറും 4250 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. Bye-bye.